സോ ഐ ഹാവ് ഇൻഫോംഡ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയാം? ഐ ഹാവൻറ്റ് ഇൻഫോംഡ് പോലീസ് എന്നാണ് പറയാം. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ. അതുപോലെ ഷീ ഹാസ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവൾ അതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കും? അവളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയാം? സോ ഷീ ഹാസ് നോട്ട് എന്നുള്ളത് ഷീ ഹാസിൻറ്റ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്നാണ് പറയുക. അതുപോലെ ഇവിടെ നോക്കൂ, ദേ ഹാവ് എ റിസോർട്ട് അറ്റ് മൂന്നാർ. അവർക്ക് മൂന്നാറിലൊരു റിസോർട്ട് ഉണ്ട്. ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ദേ ഡോണ്ട് ഹാവ് എന്നാണ് പറയുക. എന്താ പറയുക? ദേ ഡോണ്ട് ഹാവ് എ റിസോർട്ട് അറ്റ് മൂന്നാർ എന്നാണ് പറയുക. അതുപോലെ ഹി ഹാസ് 2 cars. അവന് 2 കാറുകളുണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവ്, അതായത് അവന് 2 കാറുകളില്ല എന്ന് പറയുമ്പോൾ ഹി ഡസൻറ്റ് ഹാവ് 2 cars എന്നാണ് പറയാം. സോ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ 2 സെൻറ്റൻസിലും നമ്മൾ ഹാവിനെയും ഹാസിനെയും നെഗറ്റീവ് ആക്കിയപ്പോൾ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഹാസിൻറ്റ് എന്നേ പറഞ്ഞുള്ളൂ. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഹാവിനെയും ഹാസിനെയും നെഗറ്റീവ് ആക്കിയപ്പോൾ നമ്മൾ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് എന്നാണ് പറഞ്ഞത്. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? ഇവിടെ നോക്കൂ, ഈ 2 സെൻറ്റൻസിലും ഈ ഹാവിനും ഹാസിനും ശേഷം ഒരു വേർബാണ് വന്നിട്ടുള്ളത്, അഥവാ ഒരു പ്രവർത്തനമാണ് വന്നിട്ടുള്ളത് അല്ലേ? കാരണം ഇവിടെ ഹാവിന് ശേഷം ഇൻഫോം ചെയ്യുക എന്ന് പറഞ്ഞതൊരു പ്രവർത്തനമല്ലേ? ആണ്. ഷീ ഹാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊരു പ്രവർത്തനമല്ലേ? അവിടെ നമ്മൾ ഹാവിൻ്റെയും ഹാസിൻ്റെയും നെഗറ്റീവ് ഈ രീതിയിലാണ് പറയുക. നേരെ മറിച്ച് ഈ സെൻറ്റൻസിൽ നോക്കൂ, ഹാവിന് ശേഷം റിസോർട്ട് എന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഹാസിന് ശേഷം 2 cars എന്നാണ് വന്നിട്ടുള്ളത്. റിസോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണോ? അല്ല, അതൊരു വസ്തുവാണ് അല്ലേ? ഒരു തിങ് ആണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെന്തെന്ന് പറയും? ഒരു നൗൺ ആണ് വന്നിട്ടുള്ളത്, ഒരു നാമം അല്ലേ? അതുപോലെ ഹാസിന് ശേഷം ഇവിടെയും ഒരു നൗൺ ആണ് വന്നിട്ടുള്ളത്. സോ ഹാവിനും ഹാസിന് ശേഷം ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഡസൻ ഹാവ് എന്നാണ് പറയുക. അതുപോലെ ഇവിടെയും നോക്കൂ, ഷീ ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ കോൾഡ്. ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. സോ ഇവിടെ ഹാഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ഈ ഹാഡിനെ നേരെ ഹാഡിൻ്റെ ആക്കിയാൽ മതി. ഹാഡിൻഡ്. നോക്കൂ, ഷീ ഹാഡിൻഡ് സ്ലെപ്റ്റ് വെൻ ഐ കോൾഡ്. ഞാൻ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെയും നമ്മൾ ഹാഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വി ഹാഡ് എ ഫാം ഹൗസ് ഇൻ വയനാട്. ഞങ്ങൾക്ക് വയനാട്ടിലൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക? അതായത് ഞങ്ങൾക്ക് വയനാട് ഫാം ഹൗസ് ഉണ്ടായിരുന്നില്ല. വി ഡിഡിൻറ്റ് ഹാവ് എന്നാണ് പറയുക. ഇതിൻ്റെയൊക്കെ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ബേസിക് ലെവൽ ലേണേഴ്സിന്. സോ ഇതിങ്ങനെ